പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ഒരു കുടുംബം ഭക്ഷണം കഴിച്ചു. മത്സ്യവിഭവങ്ങളാണ് കഴിച്ചത്. 2 പേര് മരിച്ചു. ഭക്ഷണം കഴിച്ചിറങ്ങിയ ഉടനെ തന്നെ ഇവർക്ക് ഛർദിയും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായി. ആശുപത്രിയിലായി, പക്ഷെ മരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പല ഭാഗത്തു നിന്നും കേൾക്കുന്നുണ്ട്. കാസർഗോഡ് ഒരു പെൺകുട്ടി ഷവർമ കഴിച്ച് മരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർക്ക് യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരൻ വാങ്ങിച്ച ഭക്ഷണം ഇടയ്ക്ക് വെച്ച് കഴിച്ചു, ആ ചെറുപ്പക്കാരൻ മരിച്ചു. ഇത് മത്സ്യവിഭവങ്ങൾ കഴിച്ചാണ് ഈ മരണങ്ങളുണ്ടായിട്ടുള്ളത്. കൃത്യമായി എന്താണ് നടന്നിരിക്കുന്നത് എന്ന് പറയുക പ്രയാസമാണ്. ഇവർ വേറെ എന്തെങ്കിലും വിഷം കൂട്ടി കഴിച്ച് മനഃപൂർവ്വം മരിക്കാൻ ശ്രമിച്ചതാണോ, അല്ല എങ്കിൽ ഭക്ഷണത്തിലെ മത്സ്യത്തിൻ്റെ വിഷബാധയേറ്റതാണോ? പലതരത്തിലുള്ള വിഷങ്ങൾ കുത്തിവെച്ചും വിഷങ്ങൾ തളിച്ചുമൊക്കെ മത്സ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ കടൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. ഫാക്ടറികളിൽ നിന്ന് ഒഴുക്കിവിടുന്ന മെർക്കുറി, ലെഡ്, ടിന്ന് ഇതുപോലുള്ള നിരവധിയായ വിഷമാലിന്യങ്ങൾ മത്സ്യങ്ങൾ കഴിക്കുന്നു, മത്സ്യങ്ങളുടെ ഉള്ളിലെത്തുന്നു. ആ ചെറു മത്സ്യങ്ങളെ 10-100 എണ്ണത്തെ ഒരു വലിയ മത്സ്യം തിന്നും. അപ്പോൾ ആ ചെറു മത്സ്യങ്ങളിലെ മൊത്തം വിഷം കൂടി ഇതിനുള്ളിലെത്തുന്നു. അങ്ങനെ ബയോ മാഗ്നിഫിക്കേഷൻ നടന്ന് അതിനെ മനുഷ്യൻ തിന്നുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വലിയ കീടനാശിനികളുടെ അംശമാണ്, വിഷങ്ങളുടെ അംശമാണ് നമ്മുടെ ഉള്ളിലെത്തുന്നത്. പഴങ്ങളിലും പച്ചക്കറികളിലൊക്കെ ഇത്രയേ ഉണ്ടാവുകയുള്ളൂ, നമ്മൾ ഇത്രയേ കഴിക്കുകയുള്ളൂ. പക്ഷേ ഇത് പല ജീവികൾ കഴിച്ചതിലൂടെ വരുമ്പോൾ അനേകം ഇരട്ടിയായിട്ടാണ് നമ്മുടെ ആഹാര സാധനമായി വരുന്ന പശുവിലായാലും. നമ്മൾ കീടനാശിനി നെല്ലിന് 2 പ്രാവശ്യം തളിക്കും. ആദ്യത്തേത് തളിക്കുമ്പോൾ അതിൽ നെൽക്കതിര് വന്നിട്ടുണ്ടാവില്ല. പിന്നെ നെൽക്കതിര് വരുമ്പോൾ ഒന്നടിച്ചാൽ തന്നെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അതൊന്ന് പതുക്കെ അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് നിർവീര്യമാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. വളരെ വളരെ കുറഞ്ഞൊരംശമാണ് ഉമിയും കടന്ന് അരിയുടെ ഉള്ളിലേക്ക് കടക്കുക. കൂടുതൽ വൈക്കോലിൽ തന്നെ ഉണ്ടാവും. ഒരു ദിവസം നമ്മൾ കഴിക്കുന്നത് 1 ഗ്ലാസ് അരിയുടെ ചോറായിരിക്കും. പക്ഷെ പശു കഴിക്കുന്നത് ഈ കീടനാശിനികളെല്ലാം കൂടെ വീണ് 5-8 കിലോ വൈക്കോലായിരിക്കും. അപ്പോൾ പശുവിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന വിഷാംശം, കീടനാശിനി അംശം എത്ര കൂടുതലായിരിക്കും? ആ വിഷാംശങ്ങളെ നിർവീര്യമാക്കാനുള്ള ആൻറ്റി ഓക്സിഡൻസ് പശുവിൻ്റെ ശരീരത്തിലില്ല. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും അരിയിലുമെല്ലാം അതുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഫൈബറുണ്ട്. അതുകൊണ്ട് ഉള്ളിലേക്ക് കടക്കുന്ന തീരെ കുറഞ്ഞ അംശത്തെ പോലും നിർവീര്യമാക്കാനുള്ള ഒരു കഴിവ് അതിനുള്ളിൽ തന്നെയുണ്ട്. പക്ഷെ പശുവിനതില്ല. ആ പശുവിൻ്റെ ഇറച്ചി തിന്നുമ്പോൾ ഈ കിലോ കണക്കിനുള്ള ഏതാണ്ട് 5-8 കൊല്ലം കഴിയുമ്പോഴാണ് ഒരു പശുവിനെ അറുക്കുന്നത്. ദിവസവും 5-8 കിലോ വെച്ചത് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ടൺ കണക്കിന് വൈക്കോലിൽ ഒഴിച്ചിട്ടുള്ള കീടനാശിനികൾ മുഴുവൻ ശേഖരിച്ചൊരു സാധനമാണ് ഇന്നത്തെ പശുവിൻ്റെ ആയാലും ആടിൻ്റെ ആയാലും പന്നിയുടേതായാലും കോഴിയുടേതായാലും ഇറച്ചി. കോഴിത്തീറ്റയും പശുവിൻ്റെ കാലിത്തീറ്റയുമെല്ലാം പെസ്റ്റിസൈഡ് കൊണ്ട് ട്രീറ്റഡ് ആണ്. ഇതുകൂടാതെ നേരിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കും. അവയുടെ കൂട്ടിൽ മുഴുവൻ സ്പ്രേ ചെയ്യും. ഇതെല്ലാം ഇത് ശ്വസിച്ച് ഉള്ളിൽ കയറും. ഇങ്ങനെ പല വഴികളിലാണ്. പിന്നെ വാക്സിനുകൾ പലതും കൊടുക്കും. അതിലെല്ലാം തന്നെ നിരവധി തരത്തിലുള്ള എക്സിപ്പിയൻസ് ഉണ്ട്, അപകടകാരികളുണ്ട്. ഇതെല്ലാം കൂടെ ഈ ശരീരത്തിൽ കടക്കും. മൃഗത്തിൻ്റെ ശരീരത്തിൽ കടന്നാൽ അവിടെ ബയോ മാഗ്നിഫിക്കേഷനാണ് നടക്കുക. അത് ശതഗുണീഭവിച്ച് പെരുകി ഈ മൃഗത്തിൻ്റെ അഡിപ്പോസ് സെല്ലുകളിൽ, കൊഴുപ്പുള്ള കോശങ്ങളിലെല്ലാം കെട്ടിക്കിടക്കും. അത് റിലീസ് ചെയ്ത് കരളിൽ ചെന്നാൽ ശരിയാവില്ല. വൃക്കയിലൂടെ പോയാൽ വൃക്ക നശിക്കും. കൊണ്ട് അവിടെ കിടക്കും. ചിലപ്പോൾ ഉള്ളിൽ പല മുഴകളായിട്ടും കിടന്നു വരും. നമ്മൾ പശു ഇറച്ചി തിന്നുമ്പോൾ, കോഴിയിറച്ചി തിന്നുമ്പോൾ, ആട്ടിറച്ചി തിന്നുമ്പോൾ, മുട്ട തിന്നുമ്പോൾ, ഇതിൻ്റെ പാല് കുടിക്കുമ്പോൾ അതിലൂടെയെല്ലാം ഈ കീടനാശിനികൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയാണ്, എത്രയോ ഇരട്ടിയായിട്ട്. ഇപ്പോൾ വളരെ ജാഗ്രതയോടെ വേണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഏതൊരാഹാരം കഴിക്കാനും.
പഴങ്ങളിലും പച്ചക്കറികളിലുമുള്ളതിൻ്റെ 1000 ഇരട്ടിയായിട്ടാണ് ഇറച്ചിയിലും മീനിലും മുട്ടയിലും പാലിലുമെല്ലാം കീടനാശിനികളുള്ളത്. പാലിൽ DDT വരെ കണ്ടുപിടിക്കുന്നു, മുട്ടയിൽ DDT തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. മുട്ടയുടെ മഞ്ഞക്കുരു എന്ന് പറഞ്ഞാൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ആഹാര സാധനങ്ങൾ കഴിക്കും, പ്രത്യേകിച്ച് നമ്മൾ അപരിചിത ഭക്ഷണം കഴിക്കുമ്പോൾ ആരുണ്ടാക്കി, എവിടെ ഉണ്ടാക്കി, എപ്പോഴുണ്ടാക്കി, എന്തിനുണ്ടാക്കി, എങ്ങനെയുണ്ടാക്കി, ഇതൊന്നും അറിയാത്ത ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ വളരെയേറെ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ ഉടനടിയുള്ള മരണത്തിന്, അകാല മരണത്തിന്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക്, അറ്റാക്കിന്, സ്ട്രോക്കിന്, അൾസറിന് വരെ കാരണമൊന്നും വേണ്ട. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നവർ ചോദിക്കണം, നിങ്ങൾ ഈ തരാൻ പോകുന്ന ഭക്ഷണം എപ്പോഴുണ്ടാക്കിയതാണ്. മിക്കവാറും എല്ലാ ഹോട്ടലിലും രാവിലെ തന്നെ അന്നന്നേക്ക് വേണ്ട സാധനങ്ങളെല്ലാം പകുതി വേവിച്ച് വയ്ക്കുന്നു. 2-3 ദിവസത്തേക്ക് ആവശ്യമുള്ള ഗ്രേവി, ഉള്ളിയെല്ലാം അടിച്ച് ഗ്രേവി ഉണ്ടാക്കി വയ്ക്കുന്നു. ഓർഡർ കൊടുക്കുമ്പോൾ 2-3 ദിവസം പഴകിയ ഗ്രേവി കുറച്ചെടുക്കും, പകുതി വേവിച്ച ഇറച്ചിയും പകുതി വേവിച്ച മീനും ചോറും എല്ലാം കൂടി എടുത്ത് കുറേ നിറവും കൂടെ ചേർത്ത് സ്ക്രൂ ആയിട്ട്, ബിരിയാണിയായിട്ട്, കുഴിമാന്തിയായിട്ട്, ഷവർമ്മയായിട്ട്, മരണൈസും കൂട്ടി ഇങ്ങോട്ട് വെച്ച് തരും. ഏതായാലും കില്ലർ FC, മാക്ഡൊണാൾഡ്സ്, പിശാച് കട്ടിയിൽ നിന്നൊന്നും മരണങ്ങളുടെ റിപ്പോർട്ട് വരുന്നില്ല. അത് കഴിച്ചിട്ട് ആരും മരിക്കണില്ല അങ്ങനെ. പക്ഷെ അത് കഴിച്ച് ആരോഗ്യം ആർക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം കില്ലർ FCയുടെയും മാക്ഡൊണാൾഡ്സിൻ്റെയും പിശാച് കെട്ടിൻ്റേതുമാണ്. അത് കഴിക്കുന്ന എല്ലാവരും പിന്നെ ജീവിതകാലം മുഴുവൻ ആശുപത്രിയും കൂടെ പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കും. ചൈതന്യം കുറയും, അസ്വസ്ഥതകൾ പലത് വരും, ഉന്മേഷം കുറയും, പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, ഹാർട്ടിൽ ബ്ലോക്ക്, കരളിൽ ഫാറ്റി ലിവർ, കൊണ്ടവയറ്, കാലം കൊണ്ടവയറ്, ഇങ്ങനെ ആശുപത്രിയിൽ നടക്കുന്നവരായിട്ട് മാറും. അപ്പോൾ ഒന്ന്, എത്ര മണിക്ക് നിങ്ങളുണ്ടാക്കി? അല്ലെങ്കിൽ പറയണം, വേണോ എനിക്ക് 2 മണിക്കൂറിൽ കൂടുതൽ പഴകിയ ഭക്ഷണം തരരുത്. നിങ്ങളുടെ അച്ചാറ് സഹിതം 2 മണിക്കൂർ പാചകം ചെയ്ത് 2 മണിക്കൂറിനുള്ളിലുള്ള തരണം. അപ്പോൾ അവൻ പറയും, സാർ ഇവിടെ എല്ലാം ഫ്രഷാണ്. എല്ലാം ഫ്രഷാണെങ്കിൽ വളരെ സന്തോഷം, തന്നോളൂ. പക്ഷേ നേരത്തെ പകുതി വേവിച്ചത് വീണ്ടും വേവിച്ചിട്ട് തരുന്നത് ഫ്രഷിൽ കൂട്ടരുത്. നല്ലൊരു ശതമാനം ഹോട്ടലിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോരേണ്ടതായിട്ട് വരും. അല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുക ചപ്പാത്തി കിട്ടുമോ? അത് പകുതി ചപ്പാത്തി കമ്പനികളിൽ നിന്ന് വളരെ ഭീകരമായ പ്രിസർവേറ്റീവുകൾ ചേർത്ത്, വിഷം ചേർത്ത് വെച്ചത് വീണ്ടും ചൂടാക്കി തരും. അതല്ലാതെ നിങ്ങൾക്ക് ഉത്തമ വിശ്വാസമുള്ള ഹോട്ടലുകളെ കണ്ടുപിടിക്കണം. ഞാൻ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ ഒരുവിധം കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഹോട്ടലുകളെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. പ്രകൃതി ഹോട്ടലുകൾ ആദ്യം പരിചയപ്പെടുത്താം. അല്ലാത്ത ഹോട്ടലുകളെ ചെറുതായിട്ട് ഞാൻ എൻ്റെ ഒരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് ഞാൻ പരിചയപ്പെടുത്തി തരാം. പക്ഷെ അവിടെയും ഈ 2 മണിക്കൂർ എന്നുള്ളത് പാലിക്കാൻ എല്ലാ ഹോട്ടലുകാർക്കും സാധിച്ചെന്ന് വരില്ല. നിങ്ങൾ നിർബന്ധം പിടിക്കണം. ഞാനങ്ങനെ ചോദിച്ചാൽ എനിക്ക് പലപ്പോഴും കിട്ടുക പുട്ട് ഉണ്ടാക്കി വെച്ച് വീണ്ടും ചൂടാവും നടക്കുകയില്ല. പുട്ടിന് തട്ടിപ്പൊന്നും നടക്കുകയില്ല. പുട്ട്, തക്കാളിക്കറി. അപ്പോഴും ഞാൻ പറയും, കളർ ചേർക്കരുത്, അജിനമോട്ടോ ഇടരുത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വേറെ ഒരു സാധനവും നിങ്ങൾ ചേർക്കണ്ട. അവരുടെ ഗ്രേവി സാധനങ്ങളൊക്കെ നേരത്തെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നിർബന്ധം പിടിച്ച് മത്സ്യമാണെങ്കിലും അന്നേരം എടുത്ത് നിങ്ങളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ സമയത്തുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരാഹാരക്രമത്തിലേക്ക് വന്നില്ല എങ്കിൽ ആരോഗ്യം പതുക്കെ നശിക്കും. നിങ്ങൾ രോഗികളാകും, ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു എന്നും വരും. അതുകൊണ്ട് ഇതൊന്നും സർക്കാരിന് നോക്കാൻ കഴിയത്തില്ല. ആരോഗ്യ വകുപ്പുകാർക്കും ഇതെല്ലാം പോയി ദിവസവും നോക്കാൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെല്ലാം ഉണ്ട്. നിങ്ങളൊരു പരാതി കിട്ടിയാൽ, പക്ഷേ നമ്മുടെ നാട്ടിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഒരാളും ഇതൊന്നും പരാതി പറയത്തില്ല.
വളരെ അപൂർവമായിട്ടേ അവർക്കൊരു പരാതി കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ പരാതി കിട്ടാതെ അവർ തന്നെ ചെല്ലുമ്പോൾ അവരോടൊരു വൈരാഗ്യം വരികയും ഒരാവശ്യമില്ലാതെ ആരുടെ നന്ദി കിട്ടാത്തൊരു ജോലിയാണ് പലപ്പോഴും ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെ ചെയ്യുന്നത്. എത്ര കാലം അങ്ങനെ ഒരു വാശി ആർക്കാ ഉണ്ടാകുക? അതുകൊണ്ട് മോശമായ ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ ഒന്ന് വിളിച്ചു പറയാനുള്ള പൗരധർമ്മം കൂടെ കാണിച്ചാൽ കുറേയൊക്കെ മെച്ചപ്പെടും. എങ്ങനെയാണ് ഒരു ഹോട്ടലിലെ ഭക്ഷണം മോശമാണോ പഴകിയതാണോ എന്നറിയാൻ സാധിക്കുക? ഒന്ന്, ചൂടോടെ കൊണ്ടുവന്ന് വയ്ക്കുന്നൊരു സാധനം പെട്ടെന്ന് ആറുകയാണെങ്കിൽ അത് വീണ്ടും ചൂടാക്കിയതാണ്. സൂക്ഷിച്ചു നോക്കണം, ഗ്രേവിയുടെ ഇടയ്ക്ക് വളരെ ചെറിയ കുമിളകൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് പഴകിയ ഭക്ഷണമാണ്. എരിവ് കൂടുതലുണ്ടെങ്കിൽ ഉറപ്പാണ് ഹോട്ടലിലെ ഭക്ഷണം പഴകിയതാണ്. ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ പഴകിയതാണ്. ഹോട്ടലിൽ മിതമായ എരിവ്, കൂടുതൽ വേണ്ടവർക്കും കുറഞ്ഞ അവർക്കൊക്കെ യോജിച്ചു പോകാവുന്ന രീതിയിലേ എരിവും ഉപ്പും ചേർക്കത്തുള്ളൂ. പഴകിക്കഴിഞ്ഞാൽ പഴകിയതറിയാതിരിക്കാനാണ് എരിവങ്ങ് കൂട്ടിയിടുന്നത്, അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായി ചേർക്കുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, പഴകിയാലും അറിയത്തില്ല എന്ന് ഒരു കേറ്ററിംഗുകാരൻ എന്നോട് പറയുകയുണ്ടായി. കല്യാണ വീടുകളിൽ സദ്യ ഒരുക്കി ചെറുക്കനും പെണ്ണും സഹിതം അപകടത്തിലായ ആശുപത്രിയിലായ ധാരാളം കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മാസത്തിൽ ഒന്നെങ്കിലും കേരളത്തിൽ അതുണ്ടാകുന്നുണ്ട്. കേറ്ററിംഗുകാരെ ഭക്ഷണം ഏൽപ്പിക്കുമ്പോൾ ഞാൻ എന്നെ കല്യാണ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വെജിറ്റേറിയനാണ് കഴിക്കൂ എന്ന് നിർബന്ധിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരുണ്ടാക്കിയതാണ്? ഇവിടെ ഉണ്ടാക്കിയത്? അല്ല, കേറ്ററിംഗുകാർ കൊണ്ടുവന്നതാണ്. വളരെ പേരുകെട്ട കേറ്ററിംഗുകാരാണ്. അവർക്ക് ഓർഡർ കൊടുത്തപ്പോൾ അവരുണ്ടാക്കി കൊണ്ടുവന്നു. അവരുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ മേൽനോട്ടം നടത്താൻ? ഇല്ല. അത് അവർ ഉത്തരവാദിത്തപൂർവ്വം കൊണ്ടുവരികയാണ്. ബാക്കിയിരുന്ന സാമ്പാർ കുറച്ച് പുതുതായിട്ടുണ്ടാക്കിയ സാമ്പാറിലേക്ക് ഒഴിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ? അതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം മല്ലി, മുളക് ഇതെല്ലാം ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പുണ്ടോ? ലാഭം ഉണ്ടാക്കുന്നത് പലപ്പോഴും അങ്ങനെയും കൂടിയാണ്. വീണ്ടും വീണ്ടും ചൂടാക്കിയതല്ല എന്ന് ഉറപ്പുണ്ടോ? തലേ ദിവസം തന്നെ പാചകമെല്ലാം തീർത്ത് നൈറ്റ് ഡ്യൂട്ടി എടുക്കാതിരിക്കാൻ വേണ്ടി പകുതി വേവിച്ച് വെച്ച് രാവിലെ വീണ്ടും ഒന്നുകൂടെ ചൂടാക്കിയിട്ടല്ല കൊണ്ടുവന്നതെന്ന് ഉറപ്പുണ്ടോ? ഏത് തരം പാത്രത്തിലാണ് ഉണ്ടാക്കിയതെന്ന് ഉറപ്പുണ്ടോ? അലൂമിനിയം പാത്രത്തിൽ, ഹിൻഡാലിയത്തിലൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കേറ്ററിംഗുകാർ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അലൂമിനിയം പോയിസൺ. അലൂമിനിയം പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരേ ഒരാൾ കോട്ടയത്ത് കാര്യത്തിന്നുന്ന ആശുപത്രിയിലെ ഓന്തോളജിസ്റ്റാണ്. ബാക്കി സയൻറ്റിഫിക് ആയിട്ടുള്ള സകല പഠനങ്ങളും അലൂമിനിയം പാത്രത്തിൽ വെള്ളം കൂടുതലെടുത്ത് വെച്ചാൽ ഭക്ഷണം പാചകം ചെയ്താൽ ലെഡ് പോയ്സണിങ് ഉണ്ടാകും. അലൂമിനിയം പാത്രത്തിൽ ക്ലോറിൻ വെള്ളം എടുത്ത് വെച്ചാൽ അലൂമിനിയം ക്ലോറൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് മാറും. ഇപ്പോൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കിയത്? നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അയൽവക്കക്കാർക്കും ബന്ധുക്കൾക്കും കൊടുക്കാനുള്ള ഭക്ഷണമല്ലേ ഉണ്ടാക്കുന്നത്. ഈ കേറ്ററിംഗുകാരുടെ കൂടെ നിങ്ങളുടെ ഒരാൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവിടെ ഉണ്ടാവണം, ബന്ധു ഒരാളുണ്ടാകണം. അതിൻ്റെ കുറവും കൂടിയാണ് ഈ മരണങ്ങൾക്ക് കാരണമാകുന്നത്. പിന്നെ അനവധി വിഭവങ്ങളാണ്. എത്ര വിഭവങ്ങൾ കൂടുതൽ വെച്ചു എന്നുള്ളതാണ് അന്തസ്സ്. അതിൽ പലതും തമ്മിൽ പ്രതിപ്രവർത്തിക്കുന്നതുണ്ടാകും. ആഹാര സാധനങ്ങൾ തമ്മിൽ പ്രതിപ്രവർത്തിച്ച് വിഷമാകുന്ന, വിരുദ്ധാഹാരമാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് കുറഞ്ഞ വിഭവങ്ങൾ മതി. അത് വിളമ്പുന്നവരറിഞ്ഞില്ലെങ്കിലും കഴിക്കുന്നവൻ കൂടി ഒന്ന് അറിയണം. ആരാൻ്റെ തീറ്റയാണെന്ന് കരുതി വയറങ്ങ് കുത്തി നിറയ്ക്കുന്നവരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സദ്യയ്ക്ക് പോകുന്ന ആളുകൾ കൂടുതലുള്ളത്. അതുമൊക്കെ ഒന്ന് മാറ്റണം. ഏതായാലും ആഹാര കാര്യങ്ങളിൽ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ എല്ലാവരും ഞാൻ പറയുന്നത് പോലെ തികഞ്ഞ സസ്യാഹാരത്തിലേക്ക് വരുമെന്നൊന്നും ഞാൻ ഉടനെ പ്രതീക്ഷിക്കുന്നില്ല. വന്നാൽ നിങ്ങളുടെ ജന്മസുഹൃതം. അക്രമം ഉപയോഗിക്കാതെ, ഹിംസ ഉപയോഗിക്കാതെ ജീവിതത്തെ കുറെ കൂടെ ധന്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് അല്ലാത്ത ആളുകളും ജാഗ്രത പാലിക്കുക. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്ക് പറയാതെ എനിക്ക് തീർക്കാൻ സാധിക്കില്ല. നിങ്ങളൊരു മരിച്ച വീട്ടിൽ പോയി വരുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ശവം കണ്ടാൽ എന്ത് ചെയ്യണം? പറഞ്ഞ് കുളിക്കും. ശവത്തെ തൊട്ടാലോ? ശവത്തെ തൊട്ടാൽ 7 വട്ടം കുളിക്കണം. ശവത്തെ തിന്നാലോ?
മത്സ്യമാംസാദികൾ കഴിക്കുന്നവർ ശവക്കറിയാണ് കഴിക്കുന്നത് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു. മത്സ്യമാംസാദികൾ കഴിക്കുന്നവരുടെ ശ്വാസഗന്ധമേൽക്കുന്നത് പോലും നമുക്കിഷ്ടമല്ല എന്നും ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നതും ശവഭക്ഷണത്തിൽ നിന്ന് ജീവനുള്ള ഭക്ഷണത്തിലേക്ക് മുന്നേറുക. അത് പടിപടിയായിട്ടെങ്കിലും ചെയ്യ്. കുറച്ച് കൊണ്ടുവന്നിട്ട് പഴങ്ങളും പച്ചക്കറികളും നട്ടാൽ മുളയ്ക്കുന്ന ജീവനുള്ളിലുള്ള ജീവതേജസ് തരുന്ന ഭക്ഷണ സാധനങ്ങളിലേക്ക് വരിക. ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധയുടെ മരണങ്ങൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.